കൊല്ലം കുണ്ടറയിലെ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കേസന്വേഷിക്കുമെന്ന് കൊല്ലം റൂറൽ എസ് ഷാജി സുഗുണൻ ന്യൂസ് മലയാളത്തോട്. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. പോലീസ് വാഹനത്തിനുള്ളിൽ മർദ്ദനമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും റൂറൽ എസ് പറഞ്ഞു. ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മർദ്ദനമുണ്ടായി എന്നുള്ളൊരു പരാതി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ പരാതി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേസ് നമ്മൾ DYSP അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മർദ്ദനത്തിൻ്റെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മൾ CCTV മൊത്തം പരിശോധിച്ചാൽ അവിടെ വെച്ച് മർദ്ദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണകാരണം പറഞ്ഞിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് C ആണ്. ഗ്രേവ് ഇഞ്ചുറി ഇല്ല എന്നാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഗ്രേവ് ഇഞ്ചുറി ഒന്നും അങ്ങനെ നട്ടൽ ചവിട്ടി പൊട്ടിച്ചെന്നോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. പോസ്റ്റ്മോർട്ടം കിട്ടിയിട്ടില്ല. നമ്മൾ ഡോക്ടറോട് ഇപ്പോൾ കണ്ടു ചോദിച്ചോ എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. തേടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. സ്റ്റേഷൻ CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നതായി കണ്ടെത്താനായിട്ടില്ല എന്നും റൂറൽ SP വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഷാജി സുഗുണൻ പറഞ്ഞു. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും ആഭ്യന്തര വകുപ്പ് പ്രതിസന്ധിയിലാകുന്ന ഒരു ആരോപണമാണ് ഈ ഉയർന്നിരിക്കുന്നത്. ആ ആരോപണത്തിൽ ശക്തമായ നിലപാടുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിവരങ്ങൾ? ഹസൻ, ഈ കേസിൽ ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ DGPക്ക് ഈ റൂറൽ SP ഷാജി സുഗുണൻ കൈമാറിയിട്ടുണ്ട്. DGP ഇന്ന് ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. ഇതിൽ റൂറൽ SP ഏറ്റവും പ്രധാനമായി പറയുന്നത് വലിയൊരു ആരോപണമാണ് പോലീസിനെതിരെ വന്നിരിക്കുന്നത്. ആ ആരോപണം വന്ന സാഹചര്യത്തിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ എല്ലാ വസ്തുതകളും പരിശോധിക്കും. എന്തായാലും ജീപ്പിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പരാതിക്കാരിയായ കുട്ടി പറഞ്ഞു. അതായത് ഇതിനു മുമ്പ് ജീപ്പിൽ ഒരു തരത്തിലുള്ള മർദ്ദനവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പോലീസ് ആദ്യം വിശദീകരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞത് ജീപ്പിൽ വെച്ച് മർദ്ദിക്കുന്നത് താൻ കണ്ടു, അദ്ദേഹത്തിൻ്റെ അതായത് മരിച്ച സിയാദിൻ്റെ മുഖത്തടിക്കുന്നത് താൻ കണ്ടു. അങ്ങനെ വലിയ ആരോപണം പോലീസിൻ്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ആ പെൺകുട്ടിയും രംഗത്തെത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റൂറൽ SP ന്യൂസ് മലയാളത്തോട് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് C ആണ് മരണകാരണം. അത് കഴിഞ്ഞ ദിവസം ഇത് പോസ്റ്റ്മോർട്ടം സർജനുമായി സംസാരിച്ച ശേഷം അതിൻ്റെ പ്രാഥമിക വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, അതിനുശേഷം ഉണ്ടാകുന്ന മൂന്നാമത്തെ സ്റ്റേജാണ് ഈ രോഗിക്കുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് ആഴമേറിയ മുറിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെ മറ്റൊരു ന്യായീകരണം ഈ മരണപ്പെട്ട സിയാദ് ഇതിനു മുമ്പ് മഞ്ഞപ്പിത്തബാധയ്ക്ക് ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയാൽ മാത്രമേ ഒരു അന്തിമ പ്രതികരണം പോലീസിന് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ അന്വേഷണത്തിലാണ് പോലീസ് നിലവിലുള്ളത്. ഇത് വെച്ച്, അതായത് പ്രാഥമികമായ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ആ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ റിപ്പോർട്ട് ഇതിനോടകം തന്നെ DGPയുടെ ഓഫീസിലേക്ക് എത്തി. ഇന്ന് DGP ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ അന്വേഷണ പരിധിയിൽ പ്രധാനമായി വരുന്ന കാരണം ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിലാണ് ഇനി വിശദമായ ഒരു അന്വേഷണം നടത്തുക എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സൗണ്ട് ബൈറ്റ് അവസാനിപ്പിച്ചത്. റൈറ്റ്. പരാതിക്കാരി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പോലീസ് ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നത് താൻ കണ്ണുകൊണ്ട് കണ്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ അന്വേഷണം അവസാനിപ്പിക്കാനോ CCTV ദൃശ്യങ്ങളിലില്ല എന്ന് പറഞ്ഞ് ഒഴിയാനോ അത്ര എളുപ്പം പോലീസിന് കഴിയുകയുമില്ല. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.